സങ്കടപ്പെടുത്തുന്ന ജീവിതമാണ് കോഴിക്കോട് എടച്ചേരിപ്പൊയിലെ ബാലന്റെയും 3 മക്കളുടെയും. നിത്യവും മരുന്ന് കഴിക്കേണ്ട വൃക്കരോഗിയാണ് ബാലൻ. 3 മക്കളാവട്ടെ ഭിന്നശേഷിക്കാരും. മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത ഇവർക്ക് അന്തിയുറങ്ങാൻ നല്ലൊരു വീടുമില്ല. നടുവണ്ണൂർ തോടുകടന്ന് നേരെ പോകുന്നത് ബാലന്റെ വീട്ടിലേക്കാണ്. ബാലനും 3 മക്കളും ഈ വീട്ടിലാണ് കഴിയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ സ്വയം ജീവിതം അവസാനിപ്പിച്ചതാണ് ബാലന്റെ ഭാര്യ വത്സല. മഹാവ്യാധിയിൽ നിന്ന് രക്ഷ നേടില്ലെന്ന് കരുതി ചെയ്തതാണ്. പിന്നീടുള്ള ബാലന്റെ ജീവിതം കൃഷ്ണദാസ്, പ്രസാദ്, നന്ദകുമാർ എന്നീ 3 മക്കൾക്കൊപ്പമായി. മൂവരും ദിവ്യാംഗരാണ്. കഠിനമായ ജോലികൾ ചെയ്യാനാവില്ല. എങ്കിലും നന്ദകുമാർ തുരുത്തിയാട് സാന്ത്വനം സ്കൂളിൽ ചൂടിപ്പായ നിർമ്മിക്കാൻ പോകുന്നുണ്ട്. ബാലന്റെ വാർദ്ധക്യ പെൻഷനും മക്കളുടെ വികലാംഗ പെൻഷനുമാണ് ആകെയുള്ള വരുമാനം. ഈ പണം കൊണ്ട് കുടുംബം പുലരണം. ബാലന്റെ ചികിത്സാ ചെലവ് കഴിയണം. കിഡ്നീൻ്റെ പ്രശ്നം മെയിനായിട്ട്. ഭക്ഷണമൊന്നും കഴിക്കുമ്പോൾ ഛർദ്ദിച്ച് പോവുക. പിന്നെ നടക്കാൻ ദിവസം പറയാൻ വഴിയൊക്കെ ആയിട്ട് നടക്കണ്ട്. കുട്ടികൾ 3 ഒരുത്തനും എല്ലാ ഓഫീസിനാണ്. എല്ലാവരും ഒരാളിപ്പം നമ്മൾ നോക്കുന്നത് പെൻഷൻ പൈസയുണ്ട് ഒപ്പിച്ച് അങ്ങോട്ട് പോവുകയാണ്. വീടും വീട്ടിലേക്കുള്ള വഴിയും പേരിനു മാത്രമാണ്. മഴക്കാലത്ത് വീടിനകത്ത് വെള്ളം കയറും, കിണറും മലിനമാകും. വീട്ടിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഇടയിൽ ഒരു തോട് ഉൾപ്പെടുന്നതുമാണ്. താൽക്കാലികമായ കൗങ്ങുപാലം ഉണ്ടെങ്കിലും അതൊട്ടും സുരക്ഷിതമല്ല. എല്ലാ അർത്ഥത്തിലും ബാലനെയും മക്കളെയും ജീവിതം വെല്ലുവിളിക്കുകയാണ്. ഈ കുടുംബത്തെ സഹായിക്കാം. ജനം, കോഴിക്കോട്.